പോലീസ് ക്രൂരതയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ വികസിത കേരളത്തിനായി പോലീസ് സേനയുടെ മാറ്റം ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി ഇന്ന് ബിജെപിയുടെ പ്രതിഷേധ മാർച്ച്. ബിജെപിയുടെ 30 സംഘടനാ ജില്ലകളിലും SP, DYSP ഓഫീസുകളിലേക്കാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം സിറ്റി ജില്ലയുടെ നേതൃത്വത്തിൽ ഫോർട്ട് ACP ഓഫീസിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ച് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ACP ഓഫീസിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങൾ നൽകാനായി ശാലിനിയാണ് നമുക്കൊപ്പം ചേരുന്നത്. ശാലിനി, സംസ്ഥാന വ്യാപകമായി കടുത്ത പ്രതിഷേധത്തിനാണ് BJP ഒരുങ്ങുന്നത്. ഇന്ന് എപ്പോഴാണ് തിരുവനന്തപുരത്തെ പ്രതിഷേധ പരിപാടികൾ? രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടായിട്ടുള്ള അതിക്രമങ്ങൾ, ഒപ്പം തന്നെ പോലീസുകാർ അവിടെ എത്തുന്ന ആളുകളോട് സ്വീകരിക്കുന്ന സമീപനങ്ങൾ, ഒപ്പം തന്നെ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങളും ദൃശ്യങ്ങളും പുറത്തു വന്ന സാഹചര്യത്തിൽ ഇതിനെതിരെ ഒരക്ഷരം മിണ്ടാനോ അല്ലെങ്കിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനോ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയോ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് കടുത്ത നടപടികളിലേക്കും പ്രതിഷേധത്തിലേക്കും BJP തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് ഇന്നു മുതൽ BJPയുടെ സംസ്ഥാന നേതൃത്വം. ഇതിന്റെ അടിസ്ഥാനത്തിൽ 30 സംഘടനാ ജില്ലകളിൽ പ്രതിഷേധ സമരങ്ങൾക്കും മാർച്ചുകൾക്കും തുടക്കമിടുകയാണ്. ഇന്ന് രാവിലെ 10:00 ഇന്ന് തിരുവനന്തപുരം സിറ്റി ജില്ലയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുന്നത് ഫോർട്ട് AC ഓഫീസിലേക്കാണ്. ACPയുടെ ഓഫീസിലേക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ച് 10:00 മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ V മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കൂടാതെ തന്നെ തൃശൂർ ACP ഓഫീസിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. തിരുവനന്തപുരം ജില്ലയുടെ തന്നെ സൗത്ത് ജില്ലയുടെ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ് ആണ്. കോഴിക്കോട് റൂറൽ, കോഴിക്കോട് സിറ്റി, കണ്ണൂർ സൗത്ത് എന്നീ സംഘടനാ ജില്ലകളിൽ 16-ാം തീയതിയാണ്, അതായത് നാളെയാണ് ഈ പരിപാടി തീരുമാനിച്ചിട്ടുള്ളത്. മറ്റ് മൂന്ന് സംഘടനാ ജില്ലകൾ ഒഴിച്ച് ബാക്കി 27 സംഘടനാ ജില്ലകളിലും ഇന്ന് തന്നെ ഈ പരിപാടി നടത്തും. ഒപ്പം തന്നെ പോലീസിലെ കാടത്തം അവസാനിപ്പിക്കുന്നതോടൊപ്പം വികസിത കേരളത്തിനായി പോലീസ് സേനയുടെ സമഗ്ര മാറ്റവും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് BJP സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇത്രയധികം അതിക്രമങ്ങൾ, പോലീസിന്റെ ക്രൂരതകൾ, ഒപ്പം തന്നെ സ്റ്റേഷനുകളിൽ ഉണ്ടാകുന്ന മർദ്ദനങ്ങൾ, സ്റ്റേഷന് പുറത്ത് പോലീസ് നടത്തുന്ന നരനായാട്ട്, ഇതിലൊന്നും തന്നെ ആഭ്യന്തര വകുപ്പ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ മുതിർന്ന നേതാക്കന്മാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കൃത്യമായി ഇവർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ തലസ്ഥാനത്തടക്കമുണ്ടായ ചില സംഭവ വികാസങ്ങൾ നമുക്കറിയാം. കള്ളക്കേസ് പറഞ്ഞുകൊണ്ട് കള്ളക്കേസിൽ നിരപരാധികളെ കുടുക്കുക, പിന്നീട് അവരെ പുറത്തിറക്കുക, പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണം അടക്കം നടത്തി അവർക്ക് നീതി ലഭ്യമാക്കേണ്ട സാഹചര്യം ഉണ്ടാവുക. ഈ ഘട്ടത്തിൽ കൂടിയാണ് സാധാരണക്കാർക്ക് നീതി ഉറപ്പാക്കണം, ഒപ്പം തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പോലീസിന്റെ നരനായിട്ടും കാടത്തവും ഒപ്പം തന്നെ കസ്റ്റഡി മർദ്ദനങ്ങളും അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് BJP പ്രതിഷേധം ആരംഭിക്കുന്നത്. എന്തായാലും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മാർച്ചുകൾ, പ്രതിഷേധ ധർണകൾ അടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകും. തുടക്കം മുതൽ തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും വിഷയത്തിൽ പ്രതികരിച്ചത് BJPയാണ്. കൃത്യമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടത് BJPയാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് സാധാരണക്കാർക്കൊപ്പം നിന്നുകൊണ്ട് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് വികസിത കേരളത്തിനായി, വികസിത കേരളത്തിൽ ഇത്തരത്തിൽ അലംഭാവങ്ങളൊന്നും തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകാതിരിക്കാൻ ജനകീയ പോലീസായി പോലീസ് പ്രവർത്തിക്കണം എന്നതിന്റെ ആവശ്യകത ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. എന്തായാലും ഇന്ന് ഔദ്യോഗികമായി ഈ പ്രതിഷേധങ്ങൾക്ക് തുടക്കമാവുകയും ചെയ്യുകയാണ്. രാഖി, പോലീസ് അതിക്രൂരമായ ഇടപെടലുകൾ പല വിധത്തിൽ വാർത്തകളായി വന്നിരുന്നു. ഇത്തരം പോലീസ് ക്രൂരതകൾക്കെതിരെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിനാണ് BJP തയ്യാറെടുക്കുന്നത്. ഇന്ന് BJPയുടെ പ്രതിഷേധ മാർച്ചുണ്ട്. തിരുവനന്തപുരത്ത് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. ശാലിനിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.